ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ കൂർക്കൽ വാങ്ങുന്ന സമയത്ത് ചെറിയ കൂർക്കലൊക്കെ ആകുമ്പോൾ നന്നാക്കി എടുക്കാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റാതെ പെട്ടെന്ന് തന്നെ കൂർക്കൽ ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ തോരൻ വെക്കാം എന്നതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് ഞാൻ ഇന്നിവിടെ കൂർക്കൽ തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിൽ കൂർക്കൽ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ചെറിയ കൂർക്കലാണ്, ചെറുതും വലുതുമായിട്ടുള്ള കൂർക്കലാണ്. നാടൻ കൂർക്കലായതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് കൂർക്കൽ ഇതുപോലെയുള്ളൊരു കട്ടിയുള്ളൊരു ടർക്കി ടവലിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക, എന്നാലേ ഉള്ളൂ അതിൻ്റെ തൊലി ഒന്ന് ഇളകി വരത്തുള്ളൂ. ഇപ്പോൾ കുറച്ച് തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. പഴയ കാലത്തൊക്കെ തുണിച്ചാക്കിലൊക്കെ ആയിരുന്നു ഇതുപോലെയുള്ള കൂർക്കലൊക്കെ അടിച്ചെടുത്തിട്ട് നമ്മൾ തോരനൊക്കെ വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കൂർക്കലൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ ഇളകിയിട്ടുണ്ട്. കാരണം അത്രയും ചെറിയ കൂർക്കലൊക്കെ ആകുമ്പോൾ നമുക്ക് കത്തി വെച്ചൊക്കെ നന്നാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ടർക്കി ടവലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ചാക്കുള്ളവർക്ക് അങ്ങനെ ആയാലും മതി. ഇപ്പം തന്നെ തൊലിയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളകി കിട്ടിയാൽ മതി. ബാക്കി നമുക്ക് കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി വന്നോളും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുന്ന സമയത്ത് കൈ വെച്ച് നന്നായിട്ട് ഞെരടിയിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള തൊലി കൂടി ഇവിടെ വിട്ട് വന്നോളും. ഇപ്പോൾ നമ്മുടെ കൂർക്കലൊക്കെ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു നാര് പോലെ കാണും. അത് നമുക്ക് കൈ വെച്ചൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി. കത്തിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കണം. അപ്പോൾ തന്നെ കൂർക്കൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതാണ്. കൂർക്കൽ തോരൻ വെക്കുന്നതിൻ്റെ മുൻപ് തന്നെ കൂർക്കൽ ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ടും നമുക്ക് ഇതിൻ്റെ തൊലി ഇളക്കി എടുക്കാവുന്നതാണ്. ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ട് പിറ്റേന്ന് നമുക്ക് അതിൻ്റെ തൊലിയൊന്ന് നന്നായിട്ട് ഞെരടിയെടുത്താലും കൂർക്കൽ തൊലി ഇളകി പോരുന്നതാണ്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏത് മെത്തേഡിൽ വേണമെങ്കിലും കൂർക്കൽ നന്നാക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അധികം കൂർക്കൽ നന്നാക്കുന്നത്. എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ കൂർക്കൽ ഇവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കൂർക്കലിന് അത്യാവശ്യം നല്ല വേവ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ കൂർക്കൽ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൂർക്കൽ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂർക്കൽ വേവാൻ ആവശ്യമുള്ളത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൂർക്കലിൻ്റെ അതേ ലെവലിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്ത് കുക്കർ അടിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. കുക്കറിൽ ഇവിടെ കൂർക്കൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 5 വിസിലൊക്കെ ആയപ്പോഴാണ് കേട്ടോ എൻ്റെ കുക്കറിൽ കൂർക്കൽ വെന്തിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഇത് വറവ് താളിച്ചെടുക്കണം. വറവ് തളിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സാധാരണ വറവ് താളിക്കുന്നത് പോലെ തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പൊട്ടി വന്നപ്പോൾ ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ 5 ചെറിയുള്ളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുക. നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 വറ്റൽമുളകാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. എത്രത്തോളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം നമ്മുടെ തോരന് ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി ഇപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂർക്കലിൽ നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമ്മളിതിൽ വേറെ മുളകൊന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ വറ്റൽമുളകിൻ്റെ എരിവ് വേണം നമ്മുടെ കൂർക്കലിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് നേരം അടിച്ച് വെച്ച് വേവിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ മൂടിയൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂർക്കലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
കൂർക്കലിതാ ഞാനിവിടെ ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ കൂർക്കൽ തോരൻ എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് കൂർക്കൽ നന്നാക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമുക്കിത് നന്നാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ രാവിലേക്ക് തോരൻ ഉണ്ടാക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ കുക്കറിലൊക്കെ ആകുമ്പോൾ അധിക സമയവും വേണ്ടി വരില്ല. അപ്പോൾ കൂർക്കൽ തോരൻ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്